കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫേമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സുപ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ്. കാര്യം നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോസിലേക്കും പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണെങ്കിലാണ് നമുക്കത് കറക്റ്റായിട്ട് കോടതിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധി നമുക്ക് നോക്കാം. The High Court ruled that imputations made in court proceedings constitute publication എന്ന് കൃത്യമായി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ നോക്കുക, ഈവൻ എ കംപ്ലൈൻറ്റ് മെയ്ഡ് ടു ആൻ അതോറിറ്റി ഓവർ ദ പേഴ്സൺ എഗെയിൻസ്റ്റ് whom the imputation are made is considered sufficient publication under section 499 of the IPC എന്ന് പറഞ്ഞിട്ടുണ്ട്. 499 IPC എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയാണ്, 356 ഓഫ് BNS ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര ക്ലിയർ കട്ടായിട്ട് കോടതി ഒരു ഡിഫേമേഷൻ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒരു പബ്ലിക്കേഷൻ ഡോക്യുമെൻ്റ് എന്നുള്ളത് കൃത്യമായി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കെതിരെ ആരെങ്കിലും വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോടതി വിധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് എതിരെ ഒരു ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.